സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി പോലീസ് സേനയുടെ പിന്തുണയോടുകൂടി SFI കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും പൊതുയിടങ്ങളിലും അഴിഞ്ഞാടുകയാണ്. ഈ പേരാമ്പ്രയിലുണ്ടായ ഈ സംഘർഷം എന്ന് പറയുന്നത് അവിടെ CKG കോളേജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 40 വർഷക്കാലമായി SFI അടക്കി ഭരിക്കുന്ന ഒരു ക്യാമ്പസിൽ അവർക്ക് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുന്നു. UDFിൻ്റെ പ്രതിനിധി അവിടെ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പരാജയത്തെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് SFIയുടെ മനോനില തകർന്നിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർക്ക് ഭരണപരമായി അവർക്ക് ലഭിക്കുന്ന ഒരു പാട്രണേജാണ്, പൊളിറ്റിക്കൽ പാട്രണേജാണ്. ഏത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും നടത്തിക്കഴിഞ്ഞാൽ അതിന് ഈ സർക്കാരും ഇവിടുത്തെ പോലീസ് സേനയും അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്നതിൻ്റെ ഒരു തെളിവുകളാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർ കിടന്നിട്ട് അഴിഞ്ഞാടുന്നത്. ഈ പേരാമ്പ്രയിൽ മാത്രമല്ല, അതേ ദിവസം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഒരു വിദ്യാർത്ഥി പോലും അല്ലാത്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ വലിയ രീതിയിലേക്കുള്ള അക്രമം അഴിച്ചുപിടിക്കുകയാണ്. എത്രയോ KSUവിൻ്റെയും MSFിൻ്റെയും സഹപ്രവർത്തകർക്കാണ് അവിടെ അക്രമം ഉണ്ടായത്. അവർ എന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ആശുപത്രിയിൽ കയറി SFI സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അവിടെ അക്രമം അഴിച്ചുവിടുകയാണ്. ഇവിടെ പോലീസ് അത് നോക്കുകുത്തികളായി അവർ കാണികളായി നിൽക്കുകയാണ്. ഇവിടെ എന്നിട്ട് ഇത് പ്രതികളാക്കപ്പെടുന്നതോ KSUവിൻ്റെയും MSFിൻ്റെയും സഹപ്രവർത്തകർ. ഒരു കാര്യം കേരളത്തിൻ്റെ പോലീസിൻ്റെ അടുത്ത് പറയുന്നു, SFIയുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ അത് തയ്യാറായി ഞങ്ങൾ വരും. കേരളത്തിൽ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും രക്തത്തിൽ മുക്കിക്കൊല്ലാനാണ് ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ്റെ സർക്കാർ പിൻവാതിലിലൂടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രിമിനലുകളായിട്ടുള്ള SFIക്കാരെ, ക്യാമ്പസിൽ പരീക്ഷ പോലും ജയിക്കാൻ ആവതില്ലാത്ത SFIക്കാരായിട്ടുള്ള ആളുകളെ പോലീസ് സേനയിൽ തിരികെ കയറ്റി, ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റി ഇപ്പോൾ ഈ സർക്കാരിന് വേണ്ടിയിട്ട് അവരുടെ ആജ്ഞാനുവർത്തികളായി ഒരു ക്രിമിനൽ സംഘമായി കേരളത്തിൻ്റെ പോലീസ് സേനയെ മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ പോലീസ് സേനയുടെ ക്രെഡിബിലിറ്റി തകർന്നിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയെ പോലും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന തലത്തിലേക്ക്, തല പോലും അടിച്ചു പൊളിക്കുന്ന തലത്തിലേക്ക് ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എന്നുകൂടി നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മുഴുവൻ ക്രിമിനലുകൾക്കും പൊളിറ്റിക്കൽ പാട്രണേജ് CPM കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചെയ്തികളിലേക്ക് അവർ കടക്കുന്നത്. ഒരു കാര്യം മാത്രം കേരളത്തിൻ്റെ പോലീസ് സേനയോട് പറയുന്നു, കേവലം 5-6 മാസത്തിന് ശേഷം നിങ്ങൾ ഈ അധികാരത്തിൽ നിന്ന് പിണറായി വിജയൻ്റെ സർക്കാർ താഴെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും പട്ടിക തയ്യാറാക്കി അതിൽ നിങ്ങൾ ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ തുടച്ചു നീക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഒരു താക്കീത് കൂടി നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ വിജയമൊക്കെ അവകാശപ്പെടുമ്പോഴും മുന്നിനുള്ളിൽ തന്നെ പ്രശ്നമാണ്, പ്രത്യേകിച്ചും ഈ MSF KSU അല്ല, സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ സുവ്യക്തമായിട്ട് പറഞ്ഞതാണ്, കേരളത്തിൽ ആയിരക്കണക്കിന് കോളേജുകളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ KSUവും MSFും ഒറ്റയ്ക്കും മുന്നണി അടിസ്ഥാനത്തിലും സൗഹൃദപരമായി മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഇടങ്ങളുണ്ട്. എത്തരത്തിലാണ് മത്സരിക്കേണ്ടതെന്ന് ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ മത്സരിക്കുമ്പോഴും അതിൻ്റെ അതിർവരമ്പുകൾ എവിടെ വരെ പ്രതിഷേധങ്ങളാകാം, അല്ലെങ്കിൽ എവിടെ വരെ അസ്വസ്ഥതകളാകാം, അല്ലെങ്കിൽ എത്തരത്തിൽ പോകണമെന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്.